രാജ്യതലസ്ഥാനത്ത് പാർട്ടികളുടെ പ്രതിഷേധവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും മാറ്റമില്ലാതെ തുടരുമ്പോൾ പലയിടത്തു നിന്നും ടൂൾ കിറ്റുകൾ ഉയരുന്നുണ്ട്. ഇത്തവണത്തെ ടൂൾ കിറ്റ് പ്രചരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണോ, പ്രതിഷേധിക്കുന്നവരെ ഇങ്ങനെയാണോ നേരിടേണ്ടത് എന്നതായിരുന്നു. അത് ഇന്ത്യ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ടാണ് കലാപകാരികൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈന ടിയാമൻ സ്ക്വയറിൽ ചെയ്തതുപോലെ കലാപകാരികൾക്ക് നേരെ യുദ്ധ ടാങ്കറുകൾ കയറ്റി ഇറക്കിയേനെ. CAA നിയമത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ കലാപം പോലെ മറ്റൊരു കലാപമാക്കി മാറ്റുകയാണ് അവർ, അല്ലെങ്കിൽ അവരെ വിലക്കെടുത്തവർ ചെയ്തത് എന്ന് ജിതിൻ ജേക്കബ് കുറിച്ചിരിക്കുന്നു. എന്നിട്ട് കലാപമുണ്ടായിട്ട് എന്ത് നേടി? വ്യാപകമായി കലാപം അഴിച്ചുവിട്ടിട്ടും 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിട്ടും വനിതാ മാധ്യമ പ്രവർത്തകരെ ലൈംഗികമായി ആക്രമിച്ചിട്ടും കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടും ഇവർ ലക്ഷ്യം വെച്ച രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്കായില്ല. പുരുഷ പോലീസ് സമരക്കാരായ സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിച്ചു എന്നതാണ് മറ്റൊരു ഇരവാദം. രാഷ്ട്രീയ സമരം അക്രമാസക്തമാകുമ്പോൾ പോലും അറഞ്ചം പുറഞ്ചം അടികിട്ടും. അപ്പോൾ പിന്നെ കലാപം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയണ്ടല്ലോ. ഇവർ കരുതിയത് ദില്ലിയിൽ കലാപമുണ്ടാക്കിയാൽ അത് ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കും എന്നായിരുന്നു. പക്ഷെ ബംഗ്ലാദേശ് പോലെ, നേപ്പാൾ പോലെ, ശ്രീലങ്ക പോലെ ഒന്നുമല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കാൻ ബർഗർ പിള്ളേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത്തവണ ചീറ്റി എന്ന് പറഞ്ഞ് നിരാശരാകരുത്. ഒരു പാർലമെന്റ് മാർച്ച് കൂടി പ്ലാൻ ചെയ്യൂതേ എന്നാണ് ജിതിൻ ജേക്കബ് കുറിക്കുന്നത്. പ്രധാന ലക്ഷ്യം രക്തസാക്ഷികളെ സൃഷ്ടിക്കലായിരുന്നു. അത് മാത്രം നടന്നില്ല. സോനം വാങ്ചുക് എവിടെയുണ്ടോ അവിടെ കലാപം ഉറപ്പാണ് എന്ന് പലതവണ താൻ പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ലേയിൽ കലാപമുണ്ടാക്കി 5 യുവാക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ അയാൾക്ക് സാധിച്ചുവെങ്കിൽ ദില്ലിയിൽ മാത്രം അത് നടന്നില്ല. ദില്ലിയിൽ കലാപം തുടങ്ങിയപ്പോൾ തന്നെ പതുപോലെ നേതാക്കന്മാർ സ്ഥലം വിട്ടു. പിന്നെ അവരെ കണ്ടത് ബർഗർ കിങ്ങിൽ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പുറത്ത് കലാപം, അകത്ത് ബർഗർ തീറ്റ. യഥാർത്ഥത്തിൽ ലക്ഷ്യം ലേയിലേതുപോലെ കലാപമുണ്ടാക്കി ഒരു 10-20 രക്തസാക്ഷികളെ ഉണ്ടാക്കലായിരുന്നു. ദില്ലി പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് കയറി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ദില്ലി പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് മാത്രം രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ പറ്റിയില്ല. ഇവറ്റകളെ അടിച്ചോടിക്കാൻ ദില്ലി പോലീസിന് കഴിയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഓർക്കണം, 50-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് കലാപകാരികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. എന്നിട്ടും അവർ പരമാവധി സംയമനം പാലിക്കാനാണ് ശ്രമിച്ചത്. അലറച്ചില്ലറ പൊട്ടലും ചീറ്റലും ഉണ്ടായി എന്നത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇരവാദമിറക്കിയുള്ള കലയാണ്. സ്വിച്ച് ഇട്ട യന്ത്രം പോലെ സെലിബ്രിറ്റികൾ ഒരേപോലെ പോലീസ് അതിക്രമത്തിനെതിരെ ഒരേ സമയം പ്രതികരിച്ച് അവരുടെ റോൾ പതിവ് പോലെ ഓവറാക്കി ചളമാക്കി. ഇടയ്ക്ക് രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചിരുന്നു. അതിനെക്കുറിച്ചും ജിതിൻ ജേക്കബ് പറയുന്നുണ്ട്. ചൂടുരുളക്കിഴങ്ങ് വായിലിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ലവളയൊക്കെ രംഗത്തിറക്കേണ്ടി വന്ന നിങ്ങളുടെ ഗതികേട്. കഷ്ടം തന്നെ. ഇത്രയും താഴ്ന്ന ലെവലിൽ പോകണമെങ്കിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്രയൊക്കെ പണിയെടുത്തിട്ടും രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ പറ്റാത്ത സോനം വാങ്ചുക്, നിങ്ങൾ ഇവിടെ പരാജയപ്പെട്ടു. ഇത് തന്നെയാണ് ഓരോ രാജ്യസ്നേഹികളും പറയുന്നത്. എന്തൊക്കെ ആയാലും ശരി, രാജ്യദ്രോഹികളായ ഒരു പറ്റം ആൾക്കാർ ഇതുപോലെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യയിൽ അത് നടക്കില്ല. പക്ഷെ ഇന്ത്യക്ക് ഇത് അടിച്ചൊതുക്കാൻ അറിയാം. ഇന്ത്യയിൽ ഇപ്പൊ ദില്ലി പോലീസിനായാലും ഇത് അടിച്ചൊതുക്കാൻ അറിയാം. പക്ഷെ ഇന്ത്യ സംയമനം പാലിക്കുന്നത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ മാത്രമാണ് എന്ന ഓർമ്മപ്പെടുത്തലും അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.